ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പുസ്തക പ്രകാശനം ആൻഡ് ആൽബം റിലീസിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഒരു പാർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഒരുപാട് ലെങ്തി, അത് തന്നെ ഏകദേശം ഒരു 44 മിനിറ്റിലും മേലെയൊക്കെ വന്നു. കാരണം പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആശംസകളർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം നിഷ മേഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ദേവരാജ് അവർകൾ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമതി അമ്പിളി മാഡം, ഇന്ന് ഈ വേദിയെ ധന്യമാക്കുന്നതിനായി നമ്മളോടൊപ്പം എത്തിച്ചേർന്ന ആർട്ടിസ്റ്റ് ഇർഷാദ് അലി സർ, പ്രൊഡ്യൂസർ രഞ്ജിത്ത് സർ, നമ്മുടെ ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ കണ്ണനെ ചികിത്സിക്കുന്ന സംഗീത് സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, അനധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഒരു വിദ്യാലയത്തിൽ വെച്ച് ഒരു അമ്മയുടെ പുസ്തക പ്രകാശനമാണ്, ആൽബം പ്രകാശനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു വിദ്യാലയത്തിൽ വെച്ച് ഈ ഒരു പരിപാടി നടത്താൻ സാധിച്ചത് കണ്ണൻ ഈ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ സർക്കാർ സംവിധാനത്തിലൂടെ ഉൾച്ചേരൽ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഒരു വിദ്യാലയത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ഉൾച്ചേരൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭിന്നശേഷി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ വിദ്യാർത്ഥികളെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും അവസരങ്ങളുള്ളത്. പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ടെങ്കിലും ആ ബാരിയേഴ്സ് മറികടന്നുകൊണ്ട് ഏതൊരു വിദ്യാലയത്തിലേക്കും ഇത്തരത്തിലുള്ള ഭിന്നശേഷി കുട്ടികളെ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം വിവിധ സർക്കാരുകൾ കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നമുക്ക് ഈ വിദ്യാലയത്തിൽ വെച്ച് നടത്താൻ സാധിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ മാനേജ്മെൻറ്റ്, PTA, അധ്യാപകർ, ഇവരെല്ലാം തന്നെ ഈ സ്വാതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. സ്വാതി എന്ന് പറയുന്ന പേര് തന്നെ അറിവുകൾ കൊണ്ട് ശരിക്കും ആ ഒരു അനുഗ്രഹിച്ചവർ എന്ന ഒരു അർത്ഥമാണ് സ്വാതി എന്ന പേരിനുള്ളത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്തായാലും ഈ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെയൊരു പേര് അവർക്ക് ഇട്ടിരിക്കുന്നത്. എന്തായാലും അത് അർത്ഥപൂർണമായി എന്ന് തന്നെ പറയാം. സ്വാതി അവസാന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇവിടെ വന്നപ്പോഴാണ്, മുമ്പ് ഞാൻ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന സമയത്ത് വീഡിയോസ് സെർച്ച് ചെയ്തു. ആ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് കഴിവുകളുള്ളവരെ ഒരുപാട് ഇഷ്ടമാണ്, കഴിവുകൾ ഉള്ളവരെ കാണുമ്പോൾ അഭിമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ കഴിവുകളെ മിനുക്കി എടുത്ത്
ഞാനും, അതായത് അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടിയാകുമ്പോൾ അത് കുറച്ചുകൂടി നന്നാകും, അതിനടുത്ത പരിപാടിയാകുമ്പോൾ കുറച്ചുകൂടി നന്നാകും. ഇങ്ങനെ ഒരു വാക്ക് സ്വാതി പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഐ എന്നാണ് അല്ലേ. ഇംപ്രൂവ്മെൻ്റ് എന്ന വാക്ക് തുടങ്ങുന്നത് ഐയിലാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥമാണെന്ത്? നമ്മളിൽ നിന്ന്, അതായത് എന്നിൽ നിന്ന് മാത്രമേ എനിക്ക് ഇംപ്രൂവ്മെൻ്റ് ആവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പം അത് സ്വാതി തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ. ഒരു കാര്യമല്ല, ഒരു ബഹുമുഖ പ്രതിഭയായിട്ടാണ് എനിക്ക് സ്വാതിയെ തോന്നിയിട്ടുള്ളത്. കാരണം ഒരു കാര്യത്തിൽ മാത്രം ഒരു ലക്ഷ്യം, അത് മാത്രമല്ല, തൻ്റെ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ആ കുഞ്ഞിൻ്റെ കണ്ണൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കറിയാം, സോഷ്യൽ മീഡിയ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറേ പേര് ഒരു നല്ല കാര്യങ്ങളല്ല ചെയ്യാറുള്ളത്. കുറേ നല്ല കാര്യങ്ങളുണ്ട്, എന്നാലും കുറേ അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കോവിഡിന് ശേഷം, ആഫ്റ്റർ കോവിഡ് നമ്മൾ പരിശോധിക്കുമ്പം ഒരുപാട് ആളുകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയെ ശരിക്കും ഒരു ഏണിങ്, അവർക്ക് വേണ്ട ഒരു അതായത് അത് കണ്ടെത്താൻ വേണ്ടി അവർ മറ്റു ആളുകളുടെ അടുത്ത് പോയി അല്ലെങ്കിൽ സഹായം ചോദിക്കുന്നതിന് പകരം സ്വന്തമായി ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ അവർ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയെ ആ രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, അവരുടെ കഴിവുകളാണ്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട്? അങ്ങനെ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അവർ കേക്ക് നിർമ്മാണം നടത്തിയിട്ടുണ്ട്, പിന്നെ കലാപരമായ കഴിവുകളുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ കലാപരമായ കഴിവുകളിലൂടെ അങ്ങനെ ഓരോരോ മേഖലയിലൂടെ അവരുടെ കഴിവുകൾ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സോഷ്യൽ മീഡിയയിൽ അവർ നല്ലൊരു താരമായി മാറിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ, ഇന്നിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം അണയാത്ത ജ്വാല, അവരുടെ നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് അവരിൽ മനസ്സിലായത്, അവരുടെ കണ്ണുകളിൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി ഞാൻ കണ്ടു. ആ പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഒരിക്കലും വിഷമം പിടിച്ച അങ്ങനെയുള്ള ഒരു കണ്ണുകൾ ഞാൻ അവരിൽ കണ്ടില്ല. അപ്പം അത് തന്നെയാണ് ശരിക്കും നമുക്കെല്ലാവർക്കും പേഴ്സണലി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. എന്നാൽ നമ്മൾ അതിനെ മാത്രം, അതായത് എപ്പോഴും ആ വിഷമത്തെ മാത്രം ചിന്തിച്ചിരിക്കരുത്. ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആ വിഷമത്തെ മറികടന്ന് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് മുഴുകണം. അപ്പം അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് മുഴുകുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെ കഴിയും. അപ്പം എന്നാലും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും. അതാണ് രാത്രി സമയത്ത് അവർ പറയുന്നുണ്ട്, രാത്രി സമയത്തുള്ള ഒഴിവ് സമയങ്ങളിൽ ഞാൻ വെറുതെ എഴുതിയിടുന്ന വരികളാണിത്. അങ്ങനെയാണ് ശരിക്കും സാറ് എഴുത്തുകാരനാണെന്ന് എഴുതിയിട്ടുണ്ട്, പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ സന്തോഷങ്ങളും ഒക്കെ വെറുതെ ഇങ്ങനെ നമുക്ക് വരും. അത് നമുക്ക് ഭാവനയും ഒക്കെ ഉള്ള നല്ലൊരു തലച്ചോറുള്ളത് കൊണ്ടാണ്. അത് ശരിക്കും ഒരു കഴിവാണ്. എല്ലാവർക്കും ആ കഴിവില്ല, എല്ലാവർക്കും അങ്ങനെ എഴുതാൻ കഴിയില്ല. അപ്പോൾ സ്വാതിക്ക് നല്ലൊരു കഴിവുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു പുസ്തകം എഴുതാനും അത് ഒരു നല്ല ബുക്കാക്കി ഇവിടെ പ്രകാശനം ചെയ്യാനും സാധിച്ചത്. നമുക്കെല്ലാവർക്കും ഒരുപാട് അറിവുകളുള്ള എത്രയോ അധ്യാപകരും ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു അമ്മ, അതും ഈ ഒരു കണ്ണൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പുസ്തകം രചിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവരുടെ കഴിവുകളെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒട്ടേറെ പുസ്തകങ്ങൾ ഇവരുടെ ആ ഒരു എഴുതി നല്ല രചനകളാക്കി മാറ്റാൻ അവർക്ക് കഴിയണം.
നല്ലൊരു രചയിതാവായി മാറാൻ അവർക്ക് കഴിയണമെന്ന് ആശംസിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു കവിത എഴുതിയിട്ട് അതിനെ ഒരു ആൽബമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും അവർ തന്നെയാണ് അതിന് അഭിനയിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എല്ലാ തരത്തിലും അവർക്ക് പറ്റുന്ന ഏത് മേഖല എടുത്താലും അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് സ്വാതിക്കുണ്ട്. അപ്പം 3 മേഖലകളിലൂടെയാണ് കഴിവ് തെളിയിച്ചതായിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് സ്വാതിക്ക് എത്രയോ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ആ ഉയരങ്ങളിൽ കീഴടക്കാൻ ഇവർക്ക് കഴിയട്ടെ. അതിന് അവരോടൊപ്പം നിൽക്കുന്ന അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭർത്താവ്, അങ്ങനെയുള്ള മക്കൾ, കാരണം ഒരു മോളുണ്ട്, മോളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്കാവട്ടെ. എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കുവയ്ക്കാൻ സാധിച്ചത് വളരെ സന്തോഷം ആണ് എനിക്കുള്ളത്. ഞാനിവിടെ വന്നിട്ട് ഒരു 1-2 ആഴ്ച ആവുന്നേ ഉള്ളൂ. എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പം എനിക്ക് ഭാഷയിലൊക്കെ പ്രയാസമുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി എന്തായാലും ഈ ഒരു പരിപാടി നല്ലതായിട്ടാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പം നടത്തിയ ഈ വിദ്യാലയത്തിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ എത്തിയത്. എന്തായാലും വിദ്യാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല. എങ്കിൽ കൂടി ഒരു ചടങ്ങ് എത്രമാത്രം മനോഹരമായി നടത്തണമെന്ന കാര്യത്തിൽ ഈ വിദ്യാലയം വിജയിച്ചിട്ടുണ്ട്. അതിന് ഏറെ സന്തോഷം. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ ഇത് ബുക്ക് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇങ്ങനെ ഒരു ഫിലിം മേഖലയിലുള്ളവർ ഈ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതിലെത്തിച്ചേർന്ന ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവരെ നേരിട്ട് കാണുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിൽ. അപ്പം ഇർഷാദ് സാറ്, അതുപോലെ തന്നെ രഞ്ജിത്ത് സാറ്, എല്ലാവർക്കും ആ ഒരു പരിപാടിയിൽ വന്നതിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പം നമ്മുടെ എനിക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ കണ്ണന് എനിക്ക് തോന്നുന്നത് എല്ലാം മനസ്സിലാകുന്നുണ്ട് അല്ലേ. ബ്രെയിൻ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ നല്ല രീതിയിലുള്ള ചികിത്സ നൽകുന്നുണ്ട് എന്ന് മനസ്സിലായി. സംഗീത ഡോക്ടർ പിന്നെ വളരെ ഫേമസ് ആയിട്ട്, കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ വളരെ സ്നേഹപൂർവ്വം ചികിത്സിക്കുന്ന ആളാണെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നാണ് ആ രീതിയിലുള്ള ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് കാലം കഴിയുമ്പം എന്തായാലും ബെറ്റർ ആകും. കാരണം എനിക്ക് ഏകദേശം 20 വർഷത്തെ അധ്യാപന പരിചയമാണുള്ളത്. ആ സമയത്ത് ഒട്ടേറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവാറുണ്ട്. മാറ്റം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടെ കൊണ്ടു നടക്കണം. ഒന്നതാണ്. ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ റൂമിനകത്ത് അവിടെ തന്നെ എവിടെയും കൊണ്ടുപോകില്ല, കല്യാണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ പരിപാടിക്ക് കൊണ്ടുപോകില്ല, എവിടെയും കൊണ്ടുപോകാതെ വീട്ടിലിങ്ങനെ ഇരുത്തിക്കളയും. അതിനപ്പുറത്ത് നമ്മളോടൊപ്പം പുതിയ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് പുതിയ മേഖലകളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ എത്തിക്കുമ്പം അവർ പുതിയതായിരിക്കും കാണുന്നത്. അപ്പോൾ അതിനോട് അവർക്ക് അവരുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന സ്വാതിക്ക് എന്തായാലും ഈ കുഞ്ഞിനെ വളരെ നല്ല ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ. കാരണം മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നത് കണ്ണനും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷിക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. മൂമെന്റ് നൽകുന്നതിനായി കണ്ണമ്മന്റെ പ്രിയപ്പെട്ട ഒരമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നന്ദകുമാരിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു.
വിശിഷ്ടരായ വ്യക്തികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ ആദ്യമായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എറണാകുളം വൈപ്പിങ്ങരയിൽ നിന്ന് വരുന്നു. റിട്ടയേർഡ് അധ്യാപികയാണ്. 31 വർഷത്തെ സർവീസുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഓരോ നിലയിലേക്ക് എത്തിക്കാനായിട്ട് ഈശ്വരൻ നിയോഗിച്ച ഒരാളാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ മൊബൈലൊക്കെ വന്ന കാരണം ഇപ്പോൾ പെൻഷനായിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സൗകര്യമുണ്ട്. സമയമൊക്കെ അധികം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് പോലെ സമയമുള്ളവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. നല്ലതാണെന്നാണ് ഞാൻ പറയണേ. കാരണം എന്നെ ഇപ്പം ഇവിടെ എത്തിക്കാൻ കാരണം അതാണ്. എൻ്റെ ഒരു മൊബൈലാണ്. ആ മൊബൈലിൽ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ സാദിയെ പരിചയപ്പെട്ടത്. അപ്പോൾ അത് കണ്ടത് മുതലേ എനിക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കരമായൊരു അടുപ്പവും കണ്ട് ഒരു അറ്റാച്ച്മെൻറ്റും എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു അടുപ്പം എനിക്ക് എന്തോ തോന്നി. പിന്നെ സ്വാതിയുടെ വാക്കുകൾ, ജീവിതത്തെക്കുറിച്ച് വളരെ അവഗാഹമായ അനുഭവങ്ങളുള്ള, വീക്ഷണങ്ങളുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ സ്വാതിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി മുഴുവനും കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായി. അതിലൂടെ എനിക്ക് കൂടുതൽ അടുപ്പുണ്ടായി. ഇപ്പോൾ സാദിയുടെ അച്ഛനെയും സാദിയുടെ ഹസ്ബൻഡിനെയും അമ്മയും ഒക്കെ ഞാനിപ്പോൾ കാണുകയാണ്. ഇവരൊക്കെ ഞാൻ എത്രയോ കാലമായി കാണുന്നു. എൻ്റെ മനസ്സ് പറയുകയാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എവിടെ കണ്ടാലും എനിക്ക് മനസ്സിലാവും. കാരണം അത്രയും അടുപ്പം എനിക്ക് ഹൃദയം കൊണ്ട് അവരോടുണ്ട്. അത് തന്നെയുമല്ല, ഇവിടെ ഇരിക്കുന്ന ഈ വിശിഷ്ട വ്യക്തികളെ ഇവരെ ഒരു നോക്ക് കാണാൻ എനിക്ക് സാധിച്ചത് സ്വാതിയുടെ ഈ കുടുംബത്തിൻ്റെ കെയർ ഓഫിലാണ്. അതെനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് തന്നെയുമല്ല, എനിക്കിപ്പോൾ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. ഞാൻ കഴിഞ്ഞുകൂടിയ ചുറ്റുപാടിലുള്ള സുഹൃത്തുക്കളെ കൂടാതെ ഈ മീഡിയയിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ബന്ധപ്പെട്ട കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം പേര് മാത്രം അറിയാം. ചിലരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ മനസ്സിലുണ്ട്. പക്ഷെ പലരെയും നേരിട്ട് കണ്ടിട്ടേയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത കുറേ ആളുകളെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഞാൻ അവർക്കൊരു നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ അവരോട് പറയുകയാണ്. ഇവിടുത്തെ മിസ്ട്രസ് അവരെയൊക്കെ, ഞാനും സ്കൂളിൽ പഠിപ്പിച്ച ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, അടുപ്പമുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ കണ്ണൻ്റെ കാര്യത്തിൽ ഇത്രയും ആളുകൾ ഇവിടെ സംഘടിപ്പിച്ച് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടേതായ മഹത്വത്തിൻ്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് അവരെ ഞാൻ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ അനുമോദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തുകൊള്ളുന്നു. പിന്നെ എനിക്ക് ഇവരെയൊക്കെ കാണാനായിട്ട് സന്ദർഭം ഒരുക്കി തന്ന സ്വാതി, ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ മകളെ പോലെ സ്നേഹിക്കുന്ന, കാരണം എൻ്റെ മകളുടെ പ്രായം ഇല്ല. അപ്പോൾ ആ മകളുടെ സ്ഥാനത്താണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നടക്കണ കാണുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ മകളെയാണ് ആ സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സ് മുഴുവനും അവരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് ഒരു വീഡിയോയും ഞാൻ മിസ് ചെയ്യാറില്ല. എപ്പോഴാണെങ്കിലും ഞാനത് കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ കൊച്ചിനെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും കൂടി ഒരു കുടക്കീഴിൽ വന്ന് പെട്ടിരിക്കുകയാണ്. നിങ്ങളെ കാണാനായിട്ട് സന്ദർഭം ഉണ്ടാക്കി തന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഈശ്വരനെ സമർപ്പിക്കുകയാണ്.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. താങ്ക് യു ടീച്ചർ. അടുത്തതായി ആശംസകൾ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മളിൽ ഒരാളായ സ്വാതി അവളുടെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവൾ എഴുതിയ ആൽബം സോങ്ങിൻ്റെ റിലീസിങ് നടന്നു. കണ്ണനെ കാണുമ്പോൾ എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നതുപോലെ. അവളൊന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, എനിക്കതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിൽ നിന്നും അതിജീവിച്ചത് എൻ്റെ അമ്മ അതിജീവിച്ചത് എൻ്റെ അച്ഛൻ്റെയും മറ്റുള്ളവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അതുപോലെ സ്വാതി ഈ ഇത് അതിജീവിച്ചത് അവളുടെ ഭർത്താവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഉള്ളതുകൊണ്ടാണ്, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ കണ്ണനും സ്വാതിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന സ്വാതി എന്ന അമ്മ നമ്മൾക്കെല്ലാം. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വാതിയോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സംസാരിക്കാൻ വിളിക്കരുതെന്നും. കാരണം എനിക്കധികം സംസാരിച്ചൊന്നും പരിചയമില്ല. എങ്കിലും എനിക്കിപ്പോൾ ഈ കൊടകര എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ 12 വർഷം മുമ്പ് കൊടകരയിലാണ് എൻ്റെ ക്ലിനിക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ആദ്യം ഈ വേദനകൾക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. പിന്നെ സ്ട്രോക്ക് പേഷ്യൻസ് ഒന്ന് വരെ എനിക്ക് നടക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഭിന്നശേഷികൾ എന്ന് വിളിക്കുന്ന കുട്ടികൾ, ഞാൻ അങ്ങനെ പറയുള്ളൂ, എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് അധികം റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനത് പക്ഷേ ഈ കുട്ടികളെ നിരീക്ഷിച്ച് വന്നപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഇതൊരു പാരമ്പര്യമോ ഒന്നുമല്ല. കാരണം ഇപ്പോൾ കണ്ണൻ തന്നെ ഓടി നടന്നിരുന്ന കുട്ടിയാണ്, ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെയായത്. അത് ഈ കുട്ടികളുടെ നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ആയാലും കുട്ടികളുടെ ആയാലും ചെറിയ നെർവ് ഒരിക്കലും ഒരു പഠന വിഷയമില്ല, നമുക്കത് കാണാനും പറ്റില്ല. ഈ ചെറിയ നെർവുകളുടെ ഫ്ലോ തടസ്സം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ അവിടെ ഹൈപ്പറായിട്ട് വരുന്ന കുട്ടികൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ കടുത്ത നെർവ്വനായിരിക്കും. ഈ പഠിക്കുന്ന കുട്ടികളായിട്ട് മാറുന്നുണ്ട്. അത് മാറ്റിയിട്ടുള്ള ഒരുപാട് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. എല്ലാവർക്കും ഈ എനിക്കൊരു അവസരം തന്നെ നന്ദി പറയുന്നു. താങ്ക്സ് ടു ഓൾ. മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന സ്വാതി എന്ന അമ്മ നമ്മൾക്കെല്ലാം മാതൃകയാണ്. വാക്കുകൾ കൊണ്ട് കാര്യം തീർക്കാൻ സാധ്യമല്ലാത്ത സ്വാതി എന്ന മാതൃത്വത്തിന് ടീം KVUPSന്റെ അകമഴിഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും അർപ്പിച്ചുകൊണ്ട് മറുപടി ഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു സദസ്സിൻ്റെ മുന്നിലൊന്നും വന്നെന്ന് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് ആകെ സംസാരിക്കാൻ അറിയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി മാത്രമാണ്. എൻ്റെ ആകെ ഞാൻ കാണുന്ന എൻ്റെ ആകെ കാഴ്ചക്കാരെന്ന് പറയുന്നത് കണ്ണനും കല്യാണിയും മാത്രമാണ്. അവരുടെ മുന്നിലിരുന്നും കൊണ്ട് മാത്രം സംസാരിച്ചിട്ടുള്ള ഒരു ധൈര്യം എനിക്കുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു സദസ്സിൻ്റെ മുന്നിലൊക്കെ വന്ന് സംസാരിക്കും സത്യം പറഞ്ഞാൽ കൈയും കാലം നിറയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും 2 വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ പുസ്തകത്തിനെ പറ്റി പറയാം. സത്യത്തിൽ ഞാൻ ഈ ഒരു പുസ്തകം ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നോ ഇങ്ങനൊരു വേദിയിൽ എനിക്ക് വന്നിരിക്കാൻ പറ്റുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തോ എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ എഴുതി വെച്ചു എന്ന് മാത്രം. അത് ഒരു പുസ്തകമാക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാനത് അങ്ങനെ എഴുതിയത്. പക്ഷെ പിന്നീട് എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് അതൊരു പുസ്തകമാക്കിക്കൂടാ? എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഒരു പുസ്തകമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പതുക്കെ ഞാനത് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് നമ്മളെ ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്കൊക്കെ അത് എത്തിച്ചത്. ആ പുസ്തകം എഴുതാനും കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൻ തന്നെയാണ്. സാധാരണ ഒരു അമ്മയായിരുന്നു ഞാനിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെയുള്ള സാധാരണ കുഞ്ഞുങ്ങളുടെ അമ്മമാരെ പോലെ എന്നും കുട്ടികളെ സ്കൂളിലേക്ക് വിടുക, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു സാധാരണ അമ്മയെ തന്നെ ഞാനും കഴിഞ്ഞു പോയിരുന്നു. കണ്ണൻ എൻ്റെ ലൈഫിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത്. ആ അനുഭവങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിൽ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ മാത്രം അനുഭവങ്ങളായിരിക്കില്ല ഒരു പക്ഷെ ആ പുസ്തകത്തിൽ ഉണ്ടാവുക. എന്നെ പോലെയുള്ള ഭിന്നശേഷിക്കാരായ ഓരോ മാതാപിതാക്കളുടെ അനുഭവങ്ങളായിരിക്കും. ചെറിയ കാര്യങ്ങളിലൊക്കെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പ്രചോദനമാകുമെന്നൊന്നും ഞാൻ പറയില്ല. ആ പുസ്തകത്തിലൂടെ എന്നെക്കാളും ഒരുപാട് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു
പക്ഷെ അവരൊന്നും പുറത്തേക്ക് വരാനായുള്ള ഒരു ഇത് കാണിക്കാത്തത് കൊണ്ട് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഞാൻ ആർക്കും പ്രചോദനമാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്നെക്കാളും ദുരിതങ്ങൾ അനുഭവിക്കുന്ന അമ്മമാര് ഒരുപാട് ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവർക്കും ഒരു എന്താ പറയുക മോട്ടിവേഷൻ ആവുന്നുണ്ടെങ്കിൽ അതെന്റെ സന്തോഷം. പിന്നെ ഈ കുറച്ച് വരികളൊക്കെ ഞാൻ എഴുതി, അതും 1 വർഷത്തോളമായി എൻ്റെ കയ്യിൽ ആ പാട്ടൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. പക്ഷെ എനിക്കതും പേടിയായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ, അപ്പോൾ അതിൽ ആ വിഷ്വലാണെങ്കിലും അഭിനയിക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് പേടിച്ച് നിന്നിരുന്ന ഒരു കാര്യമല്ല. അതിനൊരു പേടി കൂടുതലാണ്. എല്ലാവരും ഭയങ്കര ബോൾഡാണ്, മോട്ടിവേഷൻ ആണെന്നൊക്കെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം ഞാൻ ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമാണ് ഈ ഒരു ചടങ്ങ് എന്ന് തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം, കണ്ണൻ്റെ സ്കൂളിൽ വെച്ച് ഈ പരിപാടിയൊക്കെ നടത്താൻ പറ്റുമോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സീമ ടീച്ചറുടെ അടുത്ത് ഈ കാര്യം പറയുന്നത്. സീമ ടീച്ചറുടെ അടുത്തത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഞാൻ ടീച്ചർ സമ്മതിക്കാമോ അറിയില്ല, ഇങ്ങനത്തെ പരിപാടികളൊക്കെ സ്കൂളിൽ വെച്ച് നടത്തിയിട്ടുള്ള ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, സമ്മതിക്കാവോ വെറുതെ ഒന്ന് ചോദിക്കാം, പോയ ഒരു വാക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടീച്ചറുടെ അടുത്ത് ചോദിച്ചത്. പക്ഷെ ടീച്ചറുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം സപ്പോർട്ടായിരുന്നു ടീച്ചറുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായത്. അപ്പോൾ ടീച്ചർക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ചില ടീച്ചർമാരൊക്കെ എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ടീച്ചറുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഉണ്ടായത്. ഒരുപാട് സന്തോഷം. പിന്നെ രഞ്ജിത്ത് സാറിനെ പറ്റിയാണ് എനിക്ക് ആദ്യം പിന്നെ പറയാനുള്ളത്. രഞ്ജിത്ത് സാറിനെ എനിക്ക് കുറേ നാളുകളായിട്ട് അറിയാം. കണ്ണനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിലേക്ക് എത്തിയ അതും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും പ്രമുഖനായ ഒരാളൊക്കെ കണ്ണനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് എന്നിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അന്ന് മുതലൊക്കെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഒരു ബ്രദറിനെ പോലെ സാറിനോട് വിളിച്ച് എനിക്ക് കാര്യങ്ങൾ പറയാം. സാർ എന്തിനും എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവരായിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ. എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നൊരു കാര്യമല്ലേ. പക്ഷെ എനിക്ക് ഇങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. കുറേ അമ്മമാർക്ക് നമ്മളെ ഇഷ്ടമുണ്ട് കാര്യമുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിലും സെലിബ്രിറ്റീസൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ അധികാരത്തോടെ അവകാശത്തിന് സ്നേഹത്തോടൊക്കെ പറയാൻ പറ്റുന്ന ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ രഞ്ജിത്ത് സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ രഞ്ജിത്ത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സാധിക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടാണ് ഇർഷാദ് സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞതും. അതും എനിക്ക് ഒരുപാട് സന്തോഷം. ഇത്രയും പ്രശസ്തനായ ഒരു സിനിമാ നടൻ എന്താ പറയുക എനിക്കൊന്നും ഒരു പരിചയമില്ല. രഞ്ജിത്ത് സാറിൻ്റെ ആ ഒരു വാക്കുകൾ കൊണ്ട് നമ്മളുടെ ഈ ഒരു പരിപാടിയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിച്ചു. അപ്പോൾ ഇർഷാദ് സാറിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഡോക്ടർ സാറിൻ്റെ അടുത്തും അത് എനിക്ക് എന്ത് കാര്യങ്ങളും പറയാനായിട്ടുള്ളൊരിതുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്തും ഈ ഒരു പരിപാടിക്ക് വരാൻ പറഞ്ഞപ്പോൾ സാറും നല്ല സപ്പോർട്ടായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വന്നു. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ ആണെങ്കിലും അമ്പിളി സോമൻ നമ്മുടെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. എല്ലാം ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഇങ്ങനെ ഒരു വേദിയിലൊന്നും സംസാരിക്കാൻ അറിയില്ല. ഇത്രയും തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും എന്തൊക്കെയാണ് ഈ പെൺകുട്ടി വന്നോട് പറയുന്നതെന്ന്. അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാണ് കേട്ടോ. വേദിക്കും സദസ്സിനും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി CKV അജയ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് പറയാം വലിയൊരു വേദി നമുക്കിന്ന് കഴിഞ്ഞൊരു സമയം കഴിഞ്ഞ് പോവാണ്. എങ്കിലും നന്ദി എന്ന ചടങ്ങില് ഇവരൊക്കെ ഇരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നന്ദി പറയുന്ന സമയത്തൊക്കെ ഞാൻ കുറെ കസേരകളും ഉണ്ടായിരിക്കും, ഇവരും കുറെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് വലിയൊരു സന്തോഷം. നന്ദി അറിയിക്കുമ്പോൾ കുറച്ച് പേര് എല്ലാവരും ഉണ്ട് വന്നവരൊക്കെ. പിന്നെ ആദ്യമായിട്ട് സ്വാതിയെ കുറിച്ച് തന്നെ പറയാം. നമുക്കൊക്കെ ക്യാമറയുടെ മുന്നിലല്ലേ പേടി. ക്യാമറയുടെ മുന്നിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഭയങ്കര പേടിയാണ്. നേരെ സ്വാതി തിരിഞ്ഞിട്ടാണ് പറയുന്നത് ക്യാമറയുടെ മുന്നിൽ എനിക്ക് ഈസിയാണ്. നമുക്കൊരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു മട്ടാണ് വരുന്നത്. അപ്പോൾ പ്രസംഗിക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നല്ല പ്രാസംഗിക കൂടിയാണ് ഇവിടെ അറിഞ്ഞത്. കാരണം ഒരു പ്രസംഗം എന്നുള്ളത് അവനവന്റെ ജീവിത കഥകൾ തന്നെ അവനവന്റെ അനുഭവങ്ങൾ പറയുക തന്നെ ഏറ്റവും വലിയ
പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു തനിമയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നേരെ തിരിച്ചാണ് ഈ സ്വാതിയോട് പറയാനുള്ളത്. ഇതുപോലൊരു വേദി തന്ന സ്വാതിയോട് ഞങ്ങളുടെ വിദ്യാലയത്തിന് നന്ദി പറയുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം അറിയില്ല. കാരണം ഒരു സെലിബ്രേറ്റ് ഇപ്പോൾ നിഷാദ് സാറൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം പൈസ കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സ്കൂളിൽ ഒരു സെലിബ്രേറ്റ് വരണമെങ്കിൽ ഇത് 10 ദിവസം ചെലവില്ലാണ്ട് നമുക്കൊരു വലിയ സെലിബ്രേറ്റിനെ കിട്ടുന്നു. അതുപോലെ തന്നെ രഞ്ജിത് സാറിനെ പോലുള്ള ഒരാളെ കിട്ടുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു വലിയൊരു നേട്ടമാണ്. അതിനൊക്കെ നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ കണ്ണനോടാണ്. കണ്ണൻ ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ കാണിച്ച നമുക്ക് അവരുടെ മാതാപിതാക്കൾ ചേർത്താനുള്ള ഒരു സന്മനസ് കാണിച്ചതുകൊണ്ടാണ്. അതുപോലെ ഞങ്ങളുടെ വേറൊരു അഭിമാനം ഇരിക്കേണ്ട അനസൂയ മോള് അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അവള് എനിക്കൊക്കെ ചിലപ്പോൾ വരട്ടും ചീത്തയൊക്കെ പറയണമായിരിക്കും നോക്കും. കാരണം അവള് ഇവിടെ നമ്മുടെ വിദ്യാലയത്തിൽ വലിയൊരു അഭിമാനമായിട്ട് പോയ കുട്ടിയാണ്. ഉജ്ജ്വലഭാരതി പുരസ്കാരമൊക്കെ കിട്ടി. അപ്പൊ എനിക്ക് ഈ സ്വാതിയെ പോലെ തന്നെ അനസൂയയുടെ അമ്മേനെ ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് കൊണ്ടു നടക്കാൻ പറ്റുകയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിവരെ മാതൃക തന്നെയാക്കണം. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഈ മക്കളെ കൊണ്ട് അവർ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. നമ്മളെ കൊണ്ട് പറ്റാറുണ്ടോ? ഫുൾ കഴിവുള്ള മക്കളെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ പറ്റില്ല. പക്ഷെ അവർ ഈ മക്കളാണ് അവരുടെ അസറ്റ്, ഏറ്റവും വലിയ സ്വത്ത് എന്നുള്ള നിലയ്ക്ക്. എന്തായാലും അച്ഛനെ അമ്മയൊക്കെ ഞാൻ അധികം ഈ കാണാറില്ല. പിന്നെ ഈ മല്ലു മോംസ് എന്നുള്ളത് ഈ അടുത്ത് ആണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇവരൊക്കെ പരിചിതമായ മുഖങ്ങളാണ്. നമ്മുടെ മൊബൈൽ എന്നുള്ളൊരു നേരത്തെ മേഡം പറഞ്ഞ പോലെ അതിനെ സോഷ്യൽ മീഡിയയിൽ ഉപകരിക്കുന്ന വലിയൊരു തരംഗമാക്കി മാറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഉപജീവന മാർഗം നടത്തുന്നവരുണ്ട് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ. നമ്മൾ പറയുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടു പോകുന്നതല്ലാതെ അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്തായാലും വലിയൊരു സന്തോഷം. ഞങ്ങൾക്കും ഇതൊരു പാടാണ്. നേരത്തെ മേഡം പറഞ്ഞത് ഞങ്ങൾക്ക് ഇട്ടൊരു തട്ട് പോലെ തോന്നി. അധ്യാപകർക്ക് എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചത് ശരിയാണ്. ഞങ്ങൾക്ക് പഠിപ്പിക്കാനേ അറിയുള്ളൂ. കഴിവ് അത് ഒരു കഴിവ് തന്നെയല്ലേ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കഴിവുള്ള ആളുകൾക്ക് അതൊരു അവസരങ്ങൾ നമുക്ക് കിട്ടും. ഞങ്ങൾക്ക് തിരിച്ചറിവാണ്. നമ്മളെ കഴിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന സാധാരണ അമ്മമാരായാലും നമുക്കൊന്നും കഴിവില്ലാതെ കരുതുന്നവരാണ്. പക്ഷെ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ കണ്ണനോട്, കണ്ണെന്ന് പറയുമ്പോൾ അപ്പൊ കണ്ണൻ എന്ന് ചിരിക്കും. അവന്റെ ആ ഒരു ബ്രെയിൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മറ്റു മക്കളെക്കാളും ഏറ്റവും വലിയ ബ്രെയിനുള്ള കുട്ടിയായിരിക്കും. പക്ഷെ മറ്റ് നമുക്ക് എന്താ പറയാ, അവന്റെ ആരോഗ്യത്തിന്റെ പരിപൂർണമായിട്ട് ഈ ഡോക്ടറെ കൊണ്ട് സാധിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കനായ PTA പ്രസിഡന്റ് ദേവരാജ്, ഈ വേദിയൊക്കെ നമുക്ക് ഒരുക്കുന്നതിൽ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾക്ക് ടെൻഷനായി. ഇത്ര വലിയൊരു സെലിബ്രിറ്റീസ് വരുമ്പോൾ ഈ പരിപാടി നമ്മുടെ ഭാഗത്ത് ഒരു കുറവ് പാടില്ല. അപ്പൊ PTA വലിയൊരു സംഘം തന്നെ നമുക്ക് ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതൃത്വം നൽകുന്ന PTA പ്രസിഡന്റ് ഏറ്റവും സ്നേഹപൂർവ്വം ഈ നമ്മുടെ പരിപാടിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്ഘാടകയായിട്ട് വന്ന നമ്മുടെ അമ്പിളി സോമൻ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഭാഗമാണ്, TKVPSന്റെ ഭാഗമാണ്. അമ്പിളി സോമൻ ഏവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ടീമിലേക്ക് എടുക്കുക ചെയ്യുന്നു. ഏത് സെലിബ്രിറ്റീസ് വന്നാലും ടീം KVPSന്റെ ഭാഗമാക്കി മാറ്റാറുണ്ട്. ഞങ്ങളെ കൊണ്ട് ചിലപ്പോൾ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇനിയും ചിലപ്പോൾ വിളിക്കും. ഞങ്ങൾക്ക് കണ്ണന്റെ സ്കൂളിൽ നിന്നാണ് വിളിക്കണേന്നാണ് ഞങ്ങൾ പറയാ. അപ്പൊ ഇർഷാദ് സാറൊക്കെ ഞങ്ങളുടെ ആനുവൽ ഡേക്കൊക്കെ വരണ്ടേ. അപ്പൊ വലിയ വലിയ സാമ്പത്തിക നമുക്ക് അതുകൊണ്ട് നമ്മൾ സെലിബ്രിറ്റീസിനെ വിളിക്കാറില്ല. പക്ഷെ കണ്ണന്റെ സ്കൂളിൽ ഇർഷാദ് സാർ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും വരുന്നുള്ള മനസ്സുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇനിയുള്ള പരിപാടികൾക്കൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇർഷാദ് സാറിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പുസ്തക പ്രകാശനത്തിന് നന്ദി അർപ്പിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോന്നിനും നിമിത്തം എന്നുള്ളൊരു സംഭവമാണ്. അതാണ് രഞ്ജിത് സാറ്. ഇത്തരത്തിലുള്ള പ്രൊഡ്യൂസർമാരുള്ളത് കൊണ്ടാണ് വലിയ വലിയ സിനിമകളൊക്കെ വരുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല, സിനിമയില്ല. അപ്പൊ അദ്ദേഹം ഒരുപാട്, ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നത് സെലിബ്രിറ്റീസിനെ ആണെങ്കിലും അതിന്റെ പിന്നിലുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ശക്തിയാണ് പിന്നീടുള്ള പ്രമുഖ നടന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. രഞ്ജിത് സാറാണ് ഇവിടെയും നമ്മുടെ ഇർഷാദ് സാറിനെ കൊണ്ടുവരാനുള്ള ഒരു നിമിത്തമായി മാറിയത്. രഞ്ജിത് സാറിനും ഏവരുടെയും പേരിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ നിഷ മാഡം, തുടക്കത്തിലെ വരവ് തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ ഗംഭീരമായി പറയുന്നത് നമുക്കറിയാം. ഞങ്ങളുടെ ചാലക്കുടി ഉപജില്ലയിൽ വലിയൊരു മാറ്റത്തിന് കുറിക്കുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശ്രമം. കാരണം കോഴിക്കോട്
ഉപജില്ല ഓഫീസിൽ പണിയില്ലാതെ അല്ല ചാലക്കുടിയിലേക്ക് പോകുന്നത്. വേറൊരു സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ഒരു കയ്യൊപ്പ് വേണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് വന്നിരിക്കുന്ന എയ്യമ്മേടാണ് വന്നിട്ടുള്ളൂ. വിദ്യാലയത്തിലെ ഇത്ര നല്ലൊരു പരിപാടി ഞങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചത് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. എയ്യമ്മേടത്തെ എവിടെയും വലിയ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജ്മെന്റ് ആണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിൽ നമുക്കുള്ള സാമ്പത്തിക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ ഒപ്പം തന്നെ മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ മാനേജർ സദൻ ചേട്ടനെ എവിടെയും വലിയ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് ചേട്ടൻ, അവരുടെ ഒരു സാംസ്കാരിക സംഘമാണ് ഈ ഒരു സ്റ്റേജ് ഇത്ര മനോഹരമായി. അവർക്കായിരുന്നു ടെൻഷൻ ഞങ്ങളെക്കാൾ കൂടുതൽ. ഈ ഇത്ര സെലിബ്രിറ്റീസ് വരുമ്പോൾ സ്റ്റേജൊക്കെ മോശമായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇന്നലെ രാത്രിയിൽ എനിക്ക് തോന്നുന്നു രാത്രി 12 മണിയൊക്കെ ആയി കാണും അല്ലേ? ഇവിടെ രാവും പകലില്ലാതെ പണിയെടുത്ത ഒരു വലിയ വിഭാഗമുണ്ട്. നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റ് നമ്മുടെ ദിനേശ് ചേട്ടനെ എവരുടെയും പേര് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ SST, നമുക്ക് PTA പോലെ തന്നെയാണ് നമ്മുടെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, അതിന്റെ കൺവീനർ ബിജുവേട്ടനാണ്. ബിജുവേട്ടനെ എവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് പ്രവീഷ്, നമ്മുടെ OSAയുടെ സെക്രട്ടറി കൂടിയായ സനൽ, പിന്നെ നമ്മുടെ പ്രിയങ്കരിയായ PTA പ്രസിഡന്റ് നീതു, അതുപോലെ നമ്മുടെ നെൽസൺ മാസ്റ്റർ, പിന്നെ മറ്റ് നമ്മുടെ വിശിഷ്ടാതിഥികളായി വന്നിരിക്കുന്ന ഏവർക്കും ഒറ്റ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച സ്വാതിക്കും കുടുംബത്തിനും ടീം KVPസിന്റെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇതിന്റെ ഭാഗമായി വന്ന എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും SST PTA, ഇനി ആരെങ്കിലും വിട്ടുപോയി മീഡിയാസ് ഒക്കെ നമ്മുടെ വിദ്യാലയത്തിന്റെ വലിയൊരു അസറ്റാണ് വർഷങ്ങളായിട്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യമുണ്ട്, നമ്മള് പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞു. ഇനി ഈ പുസ്തകത്തിന്റെ വിൽപ്പന നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളിവിടെ ചെറിയ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് ദേവരാജ്, പുസ്തക പ്രകാശനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നടൻ ഇർഷാദ് അലി സാർ, പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാർ, പുസ്തകം സ്വീകരിച്ച ഡോക്ടർ സംഗീത തുടങ്ങി വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു നീണ്ടുപോയ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിന് സ്കോപ്പില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്, ഈ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ സദൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും നമ്മുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായ കണ്ണൻ, സൂപ്പർ സ്റ്റാറായ കണ്ണൻ, അത് നമ്മുടെ വിദ്യാലയത്തിലെ ഇപ്പോൾ ഏറ്റവും പ്രശസ്തനായ വിദ്യാർത്ഥി എന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണനാണ്. ആ കണ്ണനും ഫാമിലിക്കും ഒരു ഉഷാറ് കൈയടി എല്ലാവരും പറയും. ഒരു ഉഷാറ് കൈയടി പോലെ പോരാ. ഓക്കെ, ഇനി നമുക്ക് ഒരു കൂട്ടിനും കൂടി അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മനക്കുളങ്ങര ടീം KVUPS സ്കൂളിൻ്റെ ടീം ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനായിട്ട് ശ്രീമ ടീച്ചർ നമ്മളോട് പറഞ്ഞപ്പോൾ എല്ലാവരും തോളോട് തോൾ ചേർന്ന്, നമ്മുടെ സാമ്പത്തിക പരാധീനതകളാണ് നമ്മുടെ സ്കൂൾ. കാരണം ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ്. ഒരു 150ഓളം വരുന്ന നാട്ടുകാർ ചേർന്ന് നടത്തുന്നതാണ്. നമുക്കൊരു പ്രത്യേക വരുമാനമൊന്നുമില്ല. അപ്പോൾ ചെറുതായാലും ഓരോ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ പോക്കറ്റിലേക്കാണ് നോക്കുക, ഒരു രക്ഷയില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവിധ ചടങ്ങുകളും നമ്മൾക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് സധൈര്യം മുന്നോട്ട് കൊണ്ടുപോവാണ്. അതിനിപ്പോൾ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ടീം KVPSന് ഒരു ഉഷാറ് കൈയടി. ഇനിയും ഇതുപോലെയുള്ള ചടങ്ങുകൾ വരുമ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഫാമിലിക്ക്, കണ്ണൻ്റെ ഫാമിലിക്ക് എല്ലാവിധ അഭ്യുന്നതികളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം തന്ന മിതമായ നിരക്കിൽ നിന്ന് നമ്മുടെ ജോലിയൊക്കെ പറഞ്ഞില്ല, എവരും നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ പുസ്തകം ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ടായിരിക്കും, അതൊന്ന് എല്ലാവരും വാങ്ങിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പിരിയാം. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു.
ഇർഷാദ് സാറും അതുപോലെ രഞ്ജിത്ത് സാറൊക്കെ പോകാനായിട്ട് ഇറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനെ ഒന്ന് എടുക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ ആഗ്രഹമായിരുന്നു. ഇർഷാദ് സാറിൻ്റെ കയ്യിലൊന്ന് കണ്ണനെ ഇരുന്ന് ഒന്ന് കാണാമെന്നുള്ളത്. പക്ഷെ കണ്ണനെ എല്ലാവർക്കും ഇപ്പം ഞാനൊക്കെ എടുക്കുന്നത് പോലെ എല്ലാവർക്കും ചിലപ്പോൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആളുടെ തലയൊക്കെ പിടിക്കണമല്ലോ. എന്നാലും ഒരു വിധത്തിൽ കണ്ണനെയൊക്കെ ഒന്ന് എടുത്തു. ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനിപ്പോൾ സന്തോഷമായെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരുപാട് വലിയ അളവിലാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പുസ്തകത്തിൻ്റെ ആദ്യ വിൽപ്പനയും കൂടെ നമ്മളവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു PTA അംഗമായിട്ടുള്ള റോസ്ലി എന്ന് പറയുന്ന ചേച്ചിക്കായിരുന്നു. അതും ഇർഷാദ് സാർ തന്നെയാണ് അത് നമ്മുടെ ആദ്യത്തെ വിൽപ്പന ഉദ്ഘാടനം ചെയ്തത്. അതും സന്തോഷം. പിന്നെ ഇദ്ദേഹം മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ് കേട്ടോ. പ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്, ആൾ എഴുതിയൊരു ബുക്കാണ്. അത് നമുക്ക് കൈമാറുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഒന്ന് കവർ ചെയ്യാനും കൂടെ അദ്ദേഹം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കതിന് ഏറ്റവും അധികം നന്ദി പറയാനായിട്ടുള്ളത് നമ്മുടെ സ്കൂളിനോട് തന്നെയാണ്, KVUPS മനക്കുളങ്ങര സ്കൂളിനോട് തന്നെയാണ്. പിന്നെ നമ്മുടെ രഞ്ജിത്ത് സാറിൻ്റെ കാര്യം എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എൻ്റെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടക്കില്ലായിരുന്നു. പിന്നെ ഇർഷാദ് സാറിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇത്രയും പ്രശസ്തനായ ഒരു സിനിമാ നടൻ, എന്നെപ്പോലെയൊക്കെയുള്ളൊരു ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളാണ്. അപ്പോൾ എന്നെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെ നേരിട്ട് അറിയില്ല. എന്നിട്ടും ഈ രഞ്ജിത്ത് സാറിനോടുള്ള ആ ഒരു ഇതുകൊണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു അറിവ് കൊണ്ടുമാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്ത, ഡയറക്റ്റ്ലി എന്നെ ഒരു പരിചയമില്ല, എന്നിട്ടും അദ്ദേഹം ഇത്രയും സന്തോഷത്തോടു കൂടെ, ശരിക്കും അറിയാമല്ലേ ഇങ്ങനെ സിനിമാ നടന്മാരൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് പ്രതിഫലമൊക്കെ വാങ്ങിയിട്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരിക. അതും വന്ന് കഴിഞ്ഞൊരു ഉദ്ഘാടനമാണെന്നുണ്ടെങ്കിൽ വന്ന് ആ ഒരു ഉദ്ഘാടനം കഴിച്ച് ഓൺ ദ സ്പോട്ടിൽ അവർ പോവും, അങ്ങനെയാണ്. പക്ഷേ ഇത് എത്ര നേരമാണെന്നറിയാം നമുക്ക് വേണ്ടി അവരവിടെ സ്പെൻഡ് ചെയ്തത്. പറയാതിരിക്കാൻ പറ്റില്ല. അത്രയധികം സമയം അവർ നമുക്ക് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് സന്തോഷം.
പരിപാടികളും കഴിഞ്ഞ് കണ്ണന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഫുഡ് കൊടുത്തിട്ടാണ് പോകുന്നത്, വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കരുതി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട്, എന്താ പറയുക, ഇതൊന്നും ഒരു ദൂരമേ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്ന, നമ്മളോടുള്ളൊരു സ്നേഹത്തിൻ്റെ പേരിൽ എത്തിച്ചേർന്ന കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. എന്താ പറയുക, നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ മാത്രം, അതിനപ്പുറത്തേക്ക് ഒരാളറിയില്ലാതിരുന്ന ഞാനാണ്. എനിക്കിപ്പോൾ കേരളത്തിൽ ഏതൊരു ജില്ലയിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. കേരളത്തിന് പുറത്തും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് ആളുകളെ എനിക്കറിയാം. നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, എനിക്ക് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ റിസൾട്ടാണ്. നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഈ ഒരു സുഹൃത്ത് വലയം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സ്കൂളിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ നമ്മുടെ കണ്ണൻ്റെ ക്ലാസ്സിലേക്ക് ഒന്ന് പോയി. കണ്ണൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. കണ്ണൻ്റെ ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് പോയി. കണ്ണൻ്റെ 5ാം ക്ലാസ്സിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഓണം സെലിബ്രേഷന്. കണ്ണൻ്റെ 6ാം ക്ലാസ്സാണ്. കണ്ണൻ 6Bയിലാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ 6ാം ക്ലാസ്സിലേക്ക് ഒന്ന് പോയി. കണ്ണൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമ്മൾ കണ്ണൻ്റെ ക്ലാസ് റൂമിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം കണ്ണനൊന്ന് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളെടുത്തു, ഒരുപാട് ആളുകളെ കണ്ടു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്ന് മുഖം പോലും കണ്ണൻ്റെ ഒന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഒരു സന്തോഷക്കുറവ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. ചിരിച്ച മുഖത്തോടു കൂടെ തന്നെയാണ് എനിക്ക് കണ്ണനെ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ നിമിഷങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങളും എൻ്റെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്നേക്കാൾ അധികം നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഒരുപാട് ലെങ്തി ആയിന്ന് എനിക്കറിയാം. എന്നാലും പിന്നെ ഇനിയിതിപ്പോൾ കട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മളിത് 1 മണിക്കൂർ ആവണമെങ്കിൽ ആവട്ടെ, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ. ഇത്രയും നേരം ഇരുന്ന് ക്ഷമയോടെ കണ്ട നിങ്ങളോട് ഒരു വലിയൊരു താങ്ക്സും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്.